ആഹാരം കഴിക്കാൻ ഇച്ചിരി പാടാണ്. ഇഷ്യൂ ഉണ്ടോ എന്നുള്ളത് ക്ലിയർ ചെയ്തിട്ട് വണ്ടി എടുക്കാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ എന്നെ പോലെ നടുറോട്ടിൽ വീഴേണ്ടി വരും. ഹലോ ഹായ്, നമസ്കാരം. വെങ്കിയാണ്. അപ്പോൾ കുറച്ച് നാളിന് ശേഷം ഞാൻ വീണ്ടും വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും മാക്സിമം കണ്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ എന്തായാലും ആ വീഡിയോ ഒന്ന് പോയി കണ്ടിട്ടോ. 2-3 ദിവസത്തിന് മുൻപായിട്ട് എനിക്കൊരു പണി കിട്ടിയായിരുന്നു. ഞാൻ എൻ്റെ വണ്ടിയുടെ ഫ്രണ്ട് ഡിസ്ക് ജാമായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വീണായിരുന്നു. കാല് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഫ്രാക്ചർ ആയിരുന്നു. ഭയങ്കരമായിട്ടല്ല, ചെറുതായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഇതിൻ്റെ ഇഷ്യൂ എന്താണെന്ന് എനിക്ക് ക്ലിയർ ആയിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം നാട്ടിൽ വെച്ചിട്ട് ഒരു 7-6 മാസത്തിന് മുൻപായിട്ട് നാട്ടിൽ വെച്ച് ഇതുപോലെ സെയിം വണ്ടി ഓടിക്കൊണ്ടുന്ന സമയത്ത് ഫ്രണ്ട് ഡിസ്ക് ഇതുപോലെ ജാമായിട്ട്, അതായത് ഞാൻ എത്ര റേസ് കൊടുത്തിരുന്നാലും നമുക്കിപ്പോൾ 40-ന് മേളിലോട്ട് വണ്ടി പോകത്തില്ല. അവിടെ തന്നെ സ്റ്റക്കായി നിന്നിട്ട് ഒരു ദിവസം ഞാനും അമ്മയായിട്ട് ഇതുപോലെ പോയിട്ട് വന്ന് വീണായിരുന്നു. അന്ന് എനിക്ക് ഭയങ്കരമായിട്ട് സീനായിട്ട് കുറച്ച് മുട്ടൊക്കെ ചെറുതായിട്ടൊന്ന് മുറിഞ്ഞിട്ട് അങ്ങനെ പ്രശ്നമായിരുന്നു. പക്ഷെ അതിനുശേഷം ഞാൻ എൻ്റെ വണ്ടി വന്നിട്ട് എൻഡോർക്കാണ്. അപ്പം അതിൻ്റെ ഇഷ്യൂ എന്താണെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. അപ്പം തന്നെ ഞാൻ ഷോറൂമിൽ കൊണ്ടുപോയി കംപ്ലീറ്റ് ആയിട്ടുള്ള ആ ഒരു ഡിസ്ക് ബ്രേക്ക് വരുന്ന ആ ഒരു സെറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ചേഞ്ച് ചെയ്തായിരുന്നു. അപ്പോൾ ഫുള്ള് ചേഞ്ചും കാര്യങ്ങളൊക്കെ മാറി. വേറെ അതിനുശേഷം ഓടിച്ച സമയത്ത് വേറെ ഇഷ്യൂസോ കാര്യങ്ങളോ അങ്ങനെയൊന്നും വന്നിട്ടില്ല. അതിനുശേഷം ഞാനിപ്പോൾ ഇവിടെ ബാംഗ്ലൂർ ഇപ്പോൾ വന്നിട്ട് ഒരു 6 മാസം, ഇപ്പോൾ റീസെൻ്റായിട്ട് നാട്ടിൽ നിന്ന് ഇപ്പോൾ വന്നത് ഒരു 6 മാസം ആകത്തേ ഉള്ളൂ. ഇപ്പം ഞാൻ റീസെൻ്റായിട്ട്, അതായത് ഒരു 2 ആഴ്ചയ്ക്ക് മുൻപായിട്ട് ഇതുപോലെ സെയിം ഓടിക്കൊണ്ടിരുന്ന സമയത്ത് ഹൈവേയിൽ വെച്ചിട്ട് വണ്ടി ഇതുപോലെ ഫ്രണ്ട് ഡിസ്ക് ഇതുപോലെ ജാമായി. ഞാൻ എത്ര ഇതിനെ റേസ് കൊടുത്തിട്ടും ആ ഒരു 30-ന് മേളിലോട്ട് വണ്ടി പോകാതെ ഹീറ്റായിട്ട് വണ്ടി ഇതുപോലെ ഷട്ട് ഡൗൺ ആയിട്ട് ഞാൻ ജസ്റ്റ് വണ്ടി കയ്യിൽ നിന്ന് അങ്ങ് തെറിച്ച് പോയായിരുന്നു ചെറുതായിട്ട്. അപ്പോൾ അന്ന് എന്തോ അങ്ങനെ ഇങ്ങനെയൊക്കെ തെന്നിമാറി പോയായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് എനിക്ക് വണ്ടി എടുക്കാൻ പറ്റിയില്ല. കാരണം ഹൈവേയിൽ തന്നെ ഞാനൊരു ½ ആൻ അവറോളം ഹൈവേയിൽ വണ്ടി എടുക്കാൻ പറ്റാതെ ഫ്രണ്ട് ഡിസ്ക് ജാമായിട്ട് അങ്ങനെ നിൽക്കുമായിരുന്നു. പിന്നെ അടുത്തുള്ള ആൾക്കാരെ ഞാൻ വിളിച്ച് ഒറ്റ മനുഷ്യർ ഹെൽപ്പിന് വന്നില്ല. ടു ബി ഫ്രാങ്ക് കേട്ടോ, ഒറ്റ മനുഷ്യർ വന്നിട്ടില്ല ഹെൽപ്പിന്. ഞാൻ അവിടെ തന്നെ ഒരു ½ ആൻ അവർ വെയിറ്റ് ചെയ്ത് നിന്ന് എന്തോ ഹീറ്റ് കംപ്ലീറ്റ് മാറിയപ്പോഴത്തേക്കും വീണ്ടും ഞാൻ റേസ് ചെയ്ത് വീണ്ടും വണ്ടി എടുത്തിട്ട് സർവീസ് റോഡിൽ വന്ന് അവിടെ വെയിറ്റ് ചെയ്തിട്ടാണ് പിന്നെ അവിടെ നിന്ന് അടുത്തുള്ള വർക്ക്ഷോപ്പ് ഒരു പുള്ളി ഉണ്ടെങ്കിൽ പുള്ളിനെ വിളിച്ചുകൊണ്ട് വന്ന് അത് ചെയ്തിട്ടാണ് പിന്നെ വണ്ടി ഞാൻ എടുത്തത്. അതുമൊക്കെ അതങ്ങനെ പോയി. പിന്നെ ഒരു 3 ദിവസത്തിന് മുന്നായിട്ട് ഞാൻ ഓഫീസിൽ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് വീട്ടിലോട്ട് റൂമിലോട്ട് വരുന്ന വഴിക്ക് ഡിസ്ക് ജാമായിട്ട് വണ്ടി തിന്നി വീണ് ഞാൻ തറയിൽ വീണായിരുന്നു. വണ്ടി കയ്യിൽ നിന്ന് പോയി ഹൈവേയിൽ വെച്ചിട്ട്. കാലി ചെറുതായിട്ടൊരു പണി കിട്ടി. മീൻസ് ചെറുതായിട്ട് എന്താ പറയുക, സ്പെല്ലിംഗ് ഒക്കെ ആയിട്ട് കുറച്ച് പ്രശ്നമായി. കാരണം എനിക്ക് ഒരു 3 കൊല്ലത്തിന് മുൻപായിട്ട് കൊട്ടാരക്കര വെച്ചിട്ട്, അതായത് കൊല്ലത്ത് വെച്ചിട്ട് ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് ഇതുപോലെ വണ്ടിയിൽ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് KSRTC ബസ്സുമായിട്ട് ഇടിച്ച് അങ്ങനെ ആക്സിഡൻ്റ് ആയി. ആ സമയത്ത് എനിക്ക് കാലിൽ ഭയങ്കരമായിട്ടുള്ളൊരു വലിയ ഫ്രാക്ചർ ഉണ്ടായിരുന്നു. കാലിൽ എനിക്ക് റോഡ് ഇപ്പോഴും കിടപ്പുണ്ട്. അത് ഈ ഒരു എക്സ്റേ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അവിടെ ഒരു കാലിലും എനിക്ക് നടുവിലും ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ സെയിം അതേ കാലിൽ തന്നെ എനിക്ക് വീണ്ടും പണി കിട്ടി. എന്താ ഇങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സെയിം ആ കാലിൽ തന്നെ എനിക്ക് വീണ്ടും ഇഷ്യൂ വന്നത്. അപ്പോൾ വേറെ ഭയങ്കര പ്രോബ്ലം ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല, ഇപ്പോൾ ഫൈനാണ്. അപ്പോൾ 3 ദിവസമായിട്ട് ഞാൻ ഓഫീസിലൊന്നും പോയിട്ടില്ല, വീട്ടിൽ തന്നെയാണ്. ഇപ്പോൾ കുറച്ച് ബെറ്ററാണ്. ഇനിയിപ്പോൾ നാളെ എനിക്ക് എന്തായാലും ഓഫീസിലോട്ട് കാര്യങ്ങളൊക്കെ പോകണം. അപ്പം ഞാൻ വണ്ടിയുടെ കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എന്താണ് ഇങ്ങനത്തെ ഇഷ്യൂ എന്നുള്ളത് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തൊന്ന് പറയാം കേട്ടോ. ഇതാണ് വീണ് വാരിയിട്ടുള്ള ആ ഒരു പാട്. ഫ്രണ്ട് ഈ ഒരു ഹെഡ്ലൈറ്റിൻ്റെ സാധനം ഇളകിയിട്ടുണ്ട്. പിന്നെ ഇതാ ഡിസ്ക് ബ്രേക്ക് ഇവിടെയാണ് എനിക്ക് ജാം ആവുന്നത്. എന്താ ഇഷ്യൂ എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഇതുവരെയും. ഞാൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു ഇതിൻ്റെ സ്ക്രൂ ഇങ്ങനെ ലൂസായി കൊടുക്കും. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ എയർ പോകുന്ന കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇനിയിപ്പോൾ ഉള്ള കാര്യം എന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് പറയണമെന്ന് തോന്നി, അങ്ങനെ പിന്നെ വീഡിയോ ആയിട്ട് ചേർന്നേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ ഓറയ്ക്ക് ഫുഡ് കൊടുക്കാനുള്ള ടൈമായി. ഇവൾക്ക് ഇനിയിപ്പോൾ ഫുഡ് കൊടുക്കണം. ഫുഡ് കൊടുത്തിട്ട് പിടിച്ച് കിടത്തി അങ്ങ് ഉറക്കണം. അപ്പോൾ നമുക്ക് ആദ്യം അവളെ ഫുഡ് കൊടുക്കാനായിട്ട് പോവാം. ഓറിയോ, ഇതെങ്ങനെയുണ്ട്? ഞാൻ വാങ്ങിക്കൊടുത്ത ടീഷർട്ട് കൊള്ളാല്ലേ? കൊള്ളാവോ? ഓറിയോ
ഫൈബർ ഓറിയോ അവള് നല്ല ഉറക്കപ്പിച്ചിട്ടിരിക്കുക. ഞാൻ നേരത്തെ ഫുഡ് കൊടുത്തതാ, ഈവനിങ്ങാണ് കൊടുത്തത്. ഇനിയിപ്പോൾ കൊടുക്കണം. ഞാനിപ്പോൾ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളുടെ ഫുഡ് കുറച്ച് മിക്സിലിട്ട് കുറച്ച് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അല്ലാതെ കഴിക്കുന്നില്ല, വാരി കൊടുത്താൽ മാത്രമേ കഴിക്കുള്ളൂ. ആഹാരം കഴിക്കാൻ ഇച്ചിരി പാടാ. അപ്പോൾ ഓരോ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട്. ഇവളെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലാതെ കൊടുത്തിട്ടാണ് ഇവള് കഴിക്കുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവക്ക് പല്ലൊക്കെ ഇപ്പോൾ വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവക്ക് അല്ലാതെ കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇതിനെ വെള്ളത്തിൽ കുതിർത്താ കൊടുത്തോണ്ടിരുന്നത്. അത് കഴിച്ച് മടുത്തോണ്ടാണെന്ന് തോന്നുന്നു അവൾ പിന്നെ അത് കഴിക്കുന്നില്ല. മണത്ത് നോക്കുന്നുണ്ട്, പക്ഷെ അത് കഴിക്കുന്നില്ല. പിന്നെ ഞാൻ കുറച്ച് മുട്ടയുടെ വൈറ്റൊക്കെ അല്ലാതെ കൊടുത്തു നോക്കിയപ്പോഴേ അതും കഴിക്കുന്നുണ്ട്, കുഴപ്പമില്ല. പിന്നെ ഇപ്പോൾ ഈ ഡോഗ് ഫുഡാണെന്ന് ഞാൻ ജസ്റ്റ് മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തിട്ടാണ് ഞാൻ കൊടുത്തത്. അപ്പോൾ ഗ്രൈൻഡ് ചെയ്ത് പൊടിച്ച് കൊടുത്ത സമയത്ത് അവൾ കഴിക്കുന്നുണ്ട്. അപ്പോൾ അവളിപ്പോൾ അത് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അവൾക്ക് കുറച്ചൊന്ന് പുറത്തിറങ്ങി ഒന്ന് 2 റൗണ്ട് ഓട്ടിക്കണം, എന്നിട്ട് പിടിച്ച് കിടത്തണം. അപ്പോൾ ഓരോയുടെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തോട്ട് വന്ന് കുറച്ച് കളിച്ചു. ഇപ്പോൾ വെളിയിൽ വന്നിരിക്കുക. ഇതാണ്ടില്ലേ അവൾ വരുന്നേ പോകുന്ന വണ്ടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ നേരെ റൂമിലോട്ട് പോയിട്ട് ഇവളെ ഒന്ന് കിടത്തി ഉറക്കണം. അപ്പോൾ ഞാൻ ഓരോ ഭയങ്കരമായിട്ട് ടയേർഡായിരുന്നു. അവൾ നല്ല ഉറക്കപ്പിച്ചിലിരിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ അവളെ കൊണ്ട് കിടത്തിയിട്ട് ഞാൻ പുറത്തോട്ട് തന്നെ വന്നേക്കുക. പക്ഷെ അവൾക്ക് ഞാൻ ഒരു ബെഡും കാര്യങ്ങളൊക്കെ വാങ്ങി കൊടുത്തായിരുന്നു. പക്ഷെ ബെഡിൽ കിടക്കത്തില്ല. ഉറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് കിടക്കും, അല്ലെന്നുണ്ടെങ്കിൽ നേരെ നിലത്ത് വന്ന് കിടക്കും. ഇതാണ് ആളുടെ പുള്ളിക്കാരുടെ സ്ഥിരം പരിപാടി. അതല്ലാതെ ഒരു ഫുഡ് കൊടുക്കുന്ന ട്രേ കൂടെ വാങ്ങി കൊടുത്തായിരുന്നു. അതിൽ കഴിക്കത്തില്ല. വാരി കൊടുത്താൽ മാത്രമേ കഴിക്കുള്ളൂ. ഇല്ലെങ്കിൽ വന്ന് മണപ്പിച്ചിട്ട് മാറി നിൽക്കും. വന്ന് എന്നെ ദയനീയമായിട്ട് എൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ടിരിക്കും. ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ എന്താ പറയണത് എനിക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ട് പിന്നെ ഞാൻ എടുത്ത് കൊടുക്കും. പക്ഷേ ഇതൊക്കെ ഒരു രസമല്ലേ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ പെറ്റ്സിനെ വളർത്തുന്നത്. അതായത് ഒരു ഡോഗിനെ വളർത്തുന്നത് ആദ്യമായിട്ടാണ്. ഇതിന് മുൻപായിട്ട് ഞാൻ ഒരു മുയലിനെ വളർത്തിയിട്ടുണ്ട്. അല്ലാതെ ഞാൻ റോഡിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ വണ്ടിയുടെ നല്ല ഇഷ്യൂ ഉണ്ട്. നല്ല രീതിയിൽ സൗണ്ട് കാര്യങ്ങളൊക്കെ കേൾക്കുമായിരിക്കും വീഡിയോയിൽ. എന്താ വെച്ചാൽ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാനൊരു ഡോഗിനെ വളർത്തുന്നത്. അപ്പം എല്ലാവരും പറയുന്നത് മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ. ഡോഗിനെ വളർത്തും ഭയങ്കര രസമായിരിക്കും, ഭയങ്കര പോസിറ്റീവ് ഫീലാണ്, അവരുടെ സ്നേഹം ഭയങ്കര ഇതാണെന്നുള്ളത് എനിക്ക് കേട്ടറിവ് മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാൻ റിയലായിട്ട് ഞാനത് ഇപ്പോൾ കറലി ഞാനത് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓഫീസിൽ വരുന്ന സമയത്തായിരുന്നു അവൾ ഭയങ്കര എക്സൈറ്റഡാണ്. വന്ന് നിൽക്കുന്ന സമയത്തായിരുന്നു നമ്മളടുത്ത് ഭയങ്കര ഒരു സ്നേഹവും കാര്യങ്ങളും. ഒരു ദിവസം ഇതുപോലെ എൻ്റെ ഷർട്ടിൽ അവൾ മൂത്രമൊഴിച്ചായിരുന്നു. അപ്പം ഞാൻ വെറുതെ വഴക്ക് പറഞ്ഞ സമയത്ത് എൻ്റെ അടുത്ത് പിന്നെ ഞാൻ വിളിച്ചപ്പോൾ എൻ്റെ അടുത്ത് വരത്തില്ല, അങ്ങോട്ട് മാറിപ്പോയി ഒരു സൈഡിൽ പോയി കിടക്കുമായിരുന്നു. അപ്പോൾ റീൽസിലും കാര്യങ്ങളിലും ഒക്കെ ഈ പെറ്റ് പാരൻ്റ് ഡോഗിനെ പറ്റിയുള്ള വീഡിയോസ്, അവരെ ഡോഗിനെ കെയർ ചെയ്യുന്ന ഒരു റീൽസൊക്കെ കാണുമ്പോൾ ശരിക്കും ഞാനത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാറുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ച് അത് ഞാൻ കേട്ടിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ ശരിക്കും ഇപ്പോൾ ഓറിയനെ ഞാൻ കറക്റ്റ് ആ ഒരു പാരൻറ്ഹുഡിൻ്റെ ലെവലിൽ അവളെ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് ശരിക്കും ഞാനത് ഭയങ്കരമായിട്ട് ഞാനത് എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫുഡ് കൊടുക്കുന്ന സമയത്തായിരുന്നാലും എന്താ പറയാൻ അവളെ എടുക്കുന്ന സമയത്തായിരുന്നാലും ഇത് ചില സമയം അവളെ ബെഡിൽ കൊണ്ട് കിടത്തിയിരുന്നാലും ഞാൻ ഉറങ്ങി കഴിയുന്ന സമയത്ത് ചിലപ്പോൾ എൻ്റെ കയ്യുടെ ഇടയിലൊക്കെ വന്ന് കിടക്കും. ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഓറിയനെ പറ്റി പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ വേറൊരു കാര്യം പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തുടങ്ങിയത് എൻ്റെ ആക്സിഡൻറ്റ് കേസായിരുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം അതിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്നുള്ളത് ക്ലിയർ ചെയ്തിട്ട് വണ്ടി എടുക്കാനായിട്ട് ശ്രമിക്കുക. ഇല്ലെങ്കിൽ എന്നെ പോലെ നടുറോട്ടിൽ വീഴേണ്ടി വരും. അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. എല്ലാവരും ഒന്ന് സേഫായിട്ട് വണ്ടി ഓട്ടിക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ജസ്റ്റ് എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നി, അങ്ങനെയാണ് ഞാൻ വീഡിയോ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തിരിക്കുന്ന മണി ഒന്ന് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.